നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ ഇടയിലുള്ള ആ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ ആത്മാർത്ഥമായിട്ടാണോ സ്നേഹിക്കുന്നത്? അവരുടെ ലക്ഷ്യം എന്താണ്? നിങ്ങളെ തമ്മിൽ എന്തിനാണ് അകറ്റിയത്? ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു റീഡിംഗാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്കിനി നിങ്ങളുടെ വ്യക്തിയെ തിരികെ ലഭിക്കുമോ? ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ്സും ജെൻഡർലെസ്സുമാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട്. നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ടുകളയുക. ഒരിക്കലും നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഇത് ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് റെസൊണേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അതിന് മുന്നേ പറഞ്ഞോട്ടെ, വീഡിയോയുടെ അവസാനം ചെറിയൊരു സ്പെൽ വർക്ക് പറയുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മാത്രം സ്നേഹിക്കാൻ വേണ്ടിയിട്ട് തേർഡ് പേഴ്സണെ ഉപേക്ഷിച്ച് നിങ്ങളെ മാത്രം സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പെൽ വർക്ക് ലാസ്റ്റ് പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വന്നിരിക്കുന്ന കാർഡ്സൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് 2 of Wands, 7 of Swords, Knight of Cups, King of Swords, Knight of Swords, Death card, 7 of Pentacles, 10 of Swords, 8 of Cups, 8 of Wands, King of Pentacles, 9 of Pentacles. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് 5 of Pentacles ആണ്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ബ്രേസ്ലെറ്റ് ഉപയോഗിച്ച് എല്ലാവർക്കും റിസൾട്ട് ഉണ്ട് എന്ന ഫീഡ്ബാക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് പറഞ്ഞ് എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ ശരിക്കും ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒട്ടും സ്നേഹിക്കുന്നില്ല. നിങ്ങൾ അവരുടെ പിറകെ നടന്ന് അവരോട് സ്നേഹം അപേക്ഷിക്കുന്നു, എന്നിട്ട് പോലും അവർ നിങ്ങളെ പുറംകാലം കൊണ്ട് തള്ളിക്കളയുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക്, ഭാര്യ ഭർത്താക്കന്മാരാവട്ടെ പ്രണയിക്കുന്നവരാവട്ടെ, അങ്ങനെയുള്ളവർക്ക് അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ വശീകരിക്കാൻ വേണ്ടിയിട്ടുള്ള വശ്യമന്ത്രം, അതികഠിനമായ വശ്യമന്ത്രം ജപിച്ച് തയ്യാറാക്കിയ കൺമഷി ലഭ്യമാണ്. വശ്യമന്ത്രം പ്രയോഗിച്ച സിന്ദൂരം ലഭ്യമാണ്, ചന്ദനവും ലഭ്യമാണ്. താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മാത്രം സ്നേഹിക്കാൻ, നിങ്ങളെ മാത്രം, അതായത് തേർഡ് പേഴ്സൺ ആവട്ടെ മറ്റേ ഏത് വ്യക്തി വന്നു കഴിഞ്ഞാലാവട്ടെ അവരെ തള്ളിക്കളഞ്ഞിട്ട് നിങ്ങൾ പറയുന്നത് മാത്രം കേട്ട് നിങ്ങളെ അനുസരിച്ച്, നിങ്ങളെ മാത്രം സ്നേഹിച്ച് നിങ്ങൾ പറയുന്നത് അനുസരിച്ച് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺമഷി അഥവാ കൺമഷിയും സിന്ദൂരവും ചന്ദ്രവുമാണിത്. താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇനി റീഡിംഗ് ചെയ്യാം. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയെ ഒരിക്കലും ആത്മാർത്ഥമായിട്ടല്ല ഇവിടെ സ്നേഹിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധമാവട്ടെ, അല്ലെങ്കിൽ അതെന്ത് തരത്തിലുള്ള ബന്ധമാവട്ടെ, ഈ ഒരു തേർഡ് പേഴ്സൺ അത് ഉറപ്പായിട്ടും അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്, താമസിക്കാതെ അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അത് തുടങ്ങി വെച്ചത്. ഈ ഒരു തേർഡ് പേഴ്സൻ്റെ കറക്റ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ സാമ്പത്തികം തന്നെയാണ്. ആദ്യം നിങ്ങളുടെ വ്യക്തിയെടുത്ത് ഈ ഒരു തേർഡ് പേഴ്സൺ കടം ചോദിച്ചിട്ടായിരുന്നു തുടങ്ങിയത്. ആ വ്യക്തിയുടെ ദാരിദ്ര്യം പറഞ്ഞിട്ടാവട്ടെ, കഷ്ടപ്പാട് പറഞ്ഞിട്ടാവട്ടെ, നിങ്ങളുടെ വ്യക്തിയുടെ സിമ്പതി പിടിച്ചു പറ്റിയിട്ടാണ് ആദ്യം ഈ ഒരു തേർഡ് പേഴ്സണും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻ തുടങ്ങിയത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു തേർഡ് പേഴ്സണിന് ആവശ്യം നിങ്ങളുടെ വ്യക്തിയുടെ പണം മാത്രമാണ്. അവർ ഉദ്ദേശിക്കുന്ന ഒരു എമൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു സാമ്പത്തികമുണ്ട്. അത് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ആ ഒരു തേർഡ് പേഴ്സൺ അത് കൈക്കലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇവിടെ അവസാനിപ്പിക്കും എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. അവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സാമ്പത്തികം എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മുഴുവനായിട്ടുള്ള സമ്പാദ്യവുമാണ്. ആ ഒരു നിങ്ങളുടെ വ്യക്തിയെ ശരിക്കും ചീറ്റ് ചെയ്തിട്ട് അവരുടെ കംപ്ലീറ്റ് സാമ്പത്തികം നശിപ്പിച്ച് നിങ്ങളുടെ വ്യക്തിയെ ഫിസിക്കലി ആയിട്ടെങ്കിലും മെൻ്റലി ആണെങ്കിലും അത് നശിപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു തേർഡ് പേഴ്സൺ
ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും പിന്മാറൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഈ സാമ്പത്തിക ലക്ഷ്യത്തിന് ഉപരി നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്തും നിങ്ങളുടെ അടുത്തും ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ദേഷ്യം, ഒരു പക ഈ ഒരു തേർഡ് പേഴ്സണിന് ഉണ്ട് എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങളെ ആയിരുന്നു ആദ്യം ഈ ഒരു തേർഡ് പേഴ്സൺ ദ്രോഹിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളുമായിട്ട് നിങ്ങളുടെ വ്യക്തി ബ്രേക്കപ്പ് ആയി എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് നിങ്ങളുമായിട്ട് ആ ഒരു റിവെഞ്ച് ഈ ഒരു തേർഡ് പേഴ്സൺ അവസാനിപ്പിച്ചത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. പക്ഷേ അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ ഉപദ്രവിക്കാൻ ഈ ഒരു തേർഡ് പേഴ്സൺ ഒട്ടും മടി കാണിക്കില്ല എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി ശരിക്കും ഇപ്പോൾ തകരുന്ന ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകും എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഇപ്പോഴാണെങ്കിലും നിങ്ങളുടെ വ്യക്തിക്ക് പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്, കംപ്ലീറ്റ്ലി തകർന്ന ഒരവസ്ഥ. ഈ ഒരു തേർഡ് പേഴ്സൺ സൃഷ്ടിച്ച സിറ്റുവേഷൻസ് ആണ് ഇതൊക്കെ. എന്നിരുന്നാൽ പോലും അവരെ അവിടെ നിന്നും പിടിച്ച് കരകയറ്റുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. തേർഡ് പേഴ്സണിന് ഒരിക്കലും നിങ്ങളുടെ വ്യക്തിയോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമല്ല എന്ന് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയെടുത്ത് ശരിക്കും ഈ ഒരു തേർഡ് പേഴ്സൺ ഒരിക്കലും യഥാർത്ഥ ക്യാരക്ടർ റിവീൽ ചെയ്തിട്ടില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തി അറിയാതെ നിങ്ങളുടെ വ്യക്തിക്ക് ഒട്ടും സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു മോശപ്പെട്ട ഒരു സ്വഭാവമാവട്ടെ, ഒരു മുഖമാവട്ടെ ഈ ഒരു തേർഡ് പേഴ്സണിന് ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഈ ഒരു തേർഡ് പേഴ്സണിന് മറ്റൊരു പ്രണയബന്ധം ഉണ്ട് എന്ന് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതാണ് ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ ജീവിതത്തിൽ കടന്നു വരാനിരിക്കുന്ന ഒരു പ്രണയബന്ധം എന്ന് തന്നെ പറയുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയെ കൊണ്ടിട്ട് പല സാഹചര്യങ്ങളിലും തീരുമാനം എടുപ്പിക്കുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ ആണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് സ്വന്തമായിട്ട് കമ്പനി ഉണ്ടെങ്കിലോ, എന്തെങ്കിലും ജോബ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലോ, കുടുംബത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലോ, കുടുംബ സംബന്ധമായിട്ടുള്ള പ്രശ്നത്തിലോ നിങ്ങളുടെ വ്യക്തി പറയുന്ന തീരുമാനമെല്ലാം ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ ആണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുമായിട്ട് ബന്ധമുള്ള സമയത്താണെങ്കിൽ തന്നെയും നിങ്ങളുമായിട്ടുണ്ടാവുന്ന അഭിപ്രായ വ്യത്യാസങ്ങളാവട്ടെ, നിങ്ങളുമായിട്ടുണ്ടാവുന്ന ആ ഒരു നിമിഷങ്ങളും ദിവസങ്ങളും ആവട്ടെ, നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പേഴ്സൺ ായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പല കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തി പറഞ്ഞിട്ടുണ്ടാവാം. ഞാനൊന്ന് ആലോചിച്ചിട്ട് അടുത്ത ദിവസം പറയാം. ഇതൊക്കെ നിങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞപ്പോഴൊക്കെ നിങ്ങളുടെ വ്യക്തി ഇതുപോലുള്ളൊരു മറുപടി തന്നിട്ടുണ്ടാവാം. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ മറുപടിയെല്ലാം ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് നിങ്ങളുടെ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു തേർഡ് പേഴ്സൺ കൊടുത്ത മറുപടി ആയിരുന്നു നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അരികിൽ വന്ന് പറഞ്ഞത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും ഒരു തകർച്ച ഉണ്ടാവാൻ പോകും. അതായത് ഇൻ ദ നിയർ ഫ്യൂച്ചർ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു വലിയ രീതിയിലുള്ളൊരു തകർച്ച ഉണ്ടാകുമെന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇമോഷണലി മെൻ്റലി നല്ല രീതിയിൽ ഒരു തകർച്ചയായിരിക്കും അനുഭവപ്പെടാൻ പോകുന്നത്. അതിനുശേഷമായിരിക്കും നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ യഥാർത്ഥത്തിൽ ആരായിരുന്നു, എന്തായിരുന്നു അവരുടെ ലക്ഷ്യം, നിങ്ങളെ തമ്മിൽ പിരിക്കുകയായിരുന്നു ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ഉദ്ദേശമെന്നും ഈ നിങ്ങളുടെ വ്യക്തിയുടെ സാമ്പത്തികമായിരുന്നു അവരുടെ ഉദ്ദേശമെന്നും ആ സത്യം നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നതായിരിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ശരിക്കും സാമ്പത്തികമായിട്ട് തകർന്നു കഴിഞ്ഞാലും മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം തകർന്നു കഴിഞ്ഞാലും ആ വ്യക്തിയുടെ മുമ്പിൽ, അതായത് നിങ്ങളുടെ വ്യക്തിയുടെ മുമ്പിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്ത ഒരു അവസ്ഥയാവും. ആത്മഹത്യ അല്ലാതെ വേറെ ഒന്നും അവരുടെ മുമ്പിൽ പിന്നെ ഉണ്ടാവുകയില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഏക ആശ്വാസമായിട്ട് പിന്നെ വരാൻ പോകുന്നത് നിങ്ങളാണ്. അതായത് നിങ്ങൾ ആ വ്യക്തിയെ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ആ വ്യക്തിക്ക് ഉണ്ടാകും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ മനസ്സിലും ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിയോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമുണ്ട്. ആ ഒരു തേർഡ് പേഴ്സണിനെ ഉപേക്ഷിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ ഇനിയും സ്വീകരിക്കും
എന്ന് നിങ്ങൾ ഇപ്പോഴും ഈശ്വരൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ഇപ്പോഴും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു പെർമനൻ്റ് റീയൂണിയൻ ഉണ്ടാകുമെന്ന് തന്നെ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിശ്വസിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ സാധിക്കില്ല. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു തേർഡ് പേഴ്സണിൽ കംപ്ലീറ്റ്ലി കമ്മിറ്റഡ് ആയിട്ടാണ് നിങ്ങളുടെ വ്യക്തി ഇരിക്കുന്നത്. പക്ഷേ ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ സ്വഭാവം എന്താണ്, അവരുടെ ലക്ഷ്യം എന്താണ് എന്ന സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്ത, നിങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് കൊടുത്ത സ്നേഹവും ആ ഒരു സംരക്ഷണവും ആ വ്യക്തി തിരിച്ചറിയും. ആ ഒരു തിരിച്ചറിവിൻ്റെ നിമിഷങ്ങളായിരിക്കും ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ ചതിവിലൂടെ നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് തന്നെ എത്തുമെന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. അത് ആരൊക്കെ തടഞ്ഞു കഴിഞ്ഞാലും ഇനി നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് തന്നെ എത്തുന്നതാണ്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു പെർമനൻ്റ് റീയൂണിയനും സംഭവിക്കും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. പക്ഷേ ഇവിടെ നിങ്ങളുടെ വ്യക്തി ഇനി നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ശാരീരികമായിട്ട് ഒരുപാട് തകർന്നൊരവസ്ഥയായിരിക്കും. അവർക്ക് പലമാതിരി അസുഖങ്ങളും ഉണ്ടാകാം. അതായത് നിങ്ങളുടെ അരികിലേക്ക് എത്തുമ്പോഴത്തേക്ക് അവരിപ്പോൾ അവരും നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലുള്ള സമയത്ത് അവർക്ക് എന്തെങ്കിലും രോഗങ്ങളോ അസുഖങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ അസുഖങ്ങൾ ഒരുപാട് കൂടിയ ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങളുടെ വ്യക്തി എത്തുന്നത്. സാമ്പത്തികമൊക്കെ നഷ്ടപ്പെട്ട് എല്ലാം തകർന്നൊരവസ്ഥയിലായിരിക്കും എത്തുന്നത്. ഒരു ലാസ്റ്റ് ഹോപ്പ് എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങളുടെ അരികിലേക്ക് നിങ്ങളുടെ വ്യക്തി എത്തുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ ഇപ്പോഴും സ്വീകരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. അവരില്ലാത്തൊരു ജീവിതം നിങ്ങളെ കൊണ്ട് ഇപ്പോഴും ഒന്ന് മാറ്റി ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. അവർ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവർ നിങ്ങളുടെ അടുത്ത് ഉറപ്പായിട്ടും ക്ഷമ ചോദിച്ചിരിക്കും. അവർ നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിരുന്ന ആ സത്യങ്ങളെല്ലാം നിങ്ങളോട് തുറന്നു പറയുന്നതായിരിക്കും. അവർ നിങ്ങളോട് ഒരു സെക്കൻഡ്, ഒരു രണ്ടാമത്തെ ഒരു ചാൻസ് അപേക്ഷിക്കുന്നതായിരിക്കും. അതായത് ഒരു ജീവിതവും കൂടെ നിങ്ങളുടെ അടുത്ത് നിങ്ങളുമായിട്ട് സന്തോഷകരമായിട്ട് നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെ മാത്രം സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരവും കൂടെ അവർ നിങ്ങളോട് ചോദിക്കുന്നതായിരിക്കും. നിങ്ങളുടെ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിക്കുന്നതായിരിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം അവർക്ക് മനസ്സിലാകുന്നതായിരിക്കും. അത് നിങ്ങളുടെ അടുത്ത് തന്നെ തുറന്ന് പറയുന്നതായിരിക്കും. ഈ ഒരു തേർഡ് പേഴ്സൺ കാണിച്ച ക്രൂരതകൾ അവരെ ശരിക്കും ഈ ഒരു തേർഡ് പേഴ്സൺ കൊല്ലാൻ പോലും മടിക്കത്തില്ല. അത്രയ്ക്ക് എന്തോ ഒരു റിവെഞ്ച് മൈൻഡഡ് ആയിട്ടിരിക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് ഈ ഒരു തേർഡ് പേഴ്സണിനെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ അരികിലേക്ക് നിങ്ങളുടെ വ്യക്തി വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആ വ്യക്തി നിങ്ങളുടെ ഒരു സപ്പോർട്ട് ആഗ്രഹിക്കുന്ന സമയമായിരിക്കും അത്. കാരണം ആ വ്യക്തി ഇനി ഒന്നേ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കണം. ആ വ്യക്തിയുടെ സാമ്പത്തികവും നഷ്ടപ്പെട്ട് ആ വ്യക്തിയുടെ ശാരീരികമായിട്ടുള്ള ഒരു ആരോഗ്യം പോലും നഷ്ടപ്പെട്ട് എല്ലാം ക്ഷയിച്ചൊരവസ്ഥയായിരിക്കും നിങ്ങളുടെ അടുത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ വ്യക്തി തന്നെ വിചാരിക്കും നിങ്ങൾ ആ വ്യക്തിയുടെ കൂടെ ഉണ്ട്. ആ വ്യക്തിയുടെ അടുത്ത് ഒരു സ്നേഹമായിട്ടുള്ള ഒരു കരുതലാണെങ്കിൽ, ഒരു സ്നേഹമാണെങ്കിൽ നിങ്ങളിൽ നിന്ന് ആ വ്യക്തിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എല്ലാം ഒന്നേ എന്ന് പറഞ്ഞ് ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾ ആ വ്യക്തിക്കിപ്പോൾ അതായത് എല്ലാം തകർന്ന ആ ഒരു അവസ്ഥയിൽ നിങ്ങളായിരിക്കും ആ വ്യക്തിക്ക് ഒരു ബലമായിട്ട് കൂടെ നിൽക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ ശരിക്കും ഒരു പിരിഞ്ഞ അവസ്ഥയിലാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങൾ പിറകെ നടന്ന് കെഞ്ചുകയാണ് ആ വ്യക്തിയുടെ സ്നേഹം കിട്ടണം. കുറച്ച് സമയം നിങ്ങൾ പറയുന്നതൊന്ന് കേൾക്കൂ. ഇതൊന്നും ആ വ്യക്തി കേൾക്കുന്നില്ല. നിങ്ങളെ തട്ടി ദൂരെ കളയുകയാണ്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇനി ഒരിക്കലും താല്പര്യമില്ല. ഇതൊക്കെയാണ് നിങ്ങളുടെ അവസ്ഥ എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്പെൽ വർക്ക് ഞാൻ പറഞ്ഞുതരാം. ആ സ്പെൽ വർക്ക് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആദ്യം ആവശ്യം പച്ച കളറിലെ പേനയാണ്, പിന്നെ ഒരു വൈറ്റ് കളറിലെ പേപ്പറും. അതിനുശേഷം ഒരു 78 ടൈംസ് 78 തവണ നിങ്ങൾ എഴുതുക യു ആർ മൈൻ. അതായത് നീ എൻ്റേത് മാത്രമാണ്. അങ്ങനെ എഴുതിയാലും മലയാളത്തിൽ എഴുതിയാലും മതി,
ഇംഗ്ലീഷിലും എഴുതാം. ആ യു എന്നുള്ള സ്ഥാനത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് നിങ്ങൾ എഴുതുക. അത് എഴുതുമ്പോഴത്തേക്ക് നിങ്ങളുടെ വ്യക്തിയുടെ മുഖം നിങ്ങൾ മനസ്സിൽ ആലോചിച്ചിട്ട് വേണം എഴുതാൻ. 78 തവണ എഴുതിയതിന് ശേഷം നിങ്ങൾ പേപ്പർ മടക്കിയതിന് ശേഷം നിങ്ങളുടെ പില്ലോയുടെ അടിയിൽ വെക്കുക. അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുന്നേ എപ്പോഴും കൈകളെല്ലാം വൃത്തിയാക്കിയതിന് വന്നതിന് ശേഷം ആ പേപ്പർ തുറക്കുക. എന്നിട്ട് നിങ്ങളുടെ 2 കൈയും അതിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി എത്തുവാനും നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതും നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്നും ഇതുപോലെ ചെയ്തിട്ട് വേണം കിടക്കാൻ. ഉറപ്പായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി എത്തുന്നതാണ്. ഇനി നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്, അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് മെസ്സേജോ കോൾസോ ഒന്നും ലഭിക്കുന്നില്ല, അവർ നിങ്ങളെ കാണാൻ പോലും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യുന്നതും കോണ്ടാക്റ്റ് അല്ലെങ്കിൽ കാണാൻ വരുന്നതായിട്ടുള്ള ദിവസങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഞാൻ പറയാം. ഡിസംബർ 16 നിങ്ങളൊന്ന് എവിടെയെങ്കിലും എഴുതി വെക്കുക. ഡിസംബർ 16, ഡിസംബർ 21, ജനുവരി 6, ജനുവരി 5 ആൻഡ് 6, ജനുവരി 26, ജനുവരി 31, ഫെബ്രുവരി 9, ഫെബ്രുവരി 13, മാർച്ച് 1, മാർച്ച് 21 ആൻഡ് മാർച്ച് 26. ജനുവരിയും ഫെബ്രുവരി മാർച്ചും പറഞ്ഞ 2025 ആണ്. അപ്പോൾ ഇത്രയും ദിവസങ്ങൾ നിങ്ങളൊന്ന് ഡയറിയിൽ എഴുതി വെക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ഒരു റെസ്പോൺസ്, അത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം, എന്തെങ്കിലും ഒരു കോണ്ടാക്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങളൊരു കാര്യം എപ്പോഴും വിചാരിക്കുക, നിങ്ങളുടെ വ്യക്തി ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാനിരുന്നവരാണ്, നിങ്ങൾ അത്ര ആത്മാർത്ഥമായിട്ട് ആ വ്യക്തിയെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി നിങ്ങൾ ഈശ്വരൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു കാര്യം പൂർണ്ണമായിട്ടും വിശ്വസിക്കുക, 100% വിശ്വസിക്കുക, ആ വ്യക്തി നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. ആ വ്യക്തിയെ ഒരിക്കലും ഒരു തേർഡ് പേഴ്സണും നിങ്ങളുടെ അരികിൽ നിന്നും എടുത്തുകൊണ്ട് പോവുകയോ നിങ്ങളിൽ നിന്നും തട്ടിയെടുക്കുകയോ ചെയ്യില്ല. നിങ്ങളുമായിട്ട് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെയാണ്, നിങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വെറും ടെമ്പററി മാത്രമായിരിക്കും. നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുമായിട്ട്, നിങ്ങളുടെ വ്യക്തി എന്ത് കാരണത്താലാണോ നിങ്ങളെ ഉപേക്ഷിച്ചത്, നിങ്ങളുടെ തെറ്റല്ലാത്ത എന്ത് കാരണത്താലാണോ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ചത്, ആ തെറ്റിദ്ധാരണകളെല്ലാം മാറി ആ വ്യക്തി നിങ്ങളോട് ചെയ്ത എല്ലാ തെറ്റുകൾക്കും നിങ്ങളുടെ അരികിലെത്തി മാപ്പ് പറയുകയും നിങ്ങളുമായിട്ട് ഒരു പെർമനൻ്റ് റീയൂണിയൻ സംഭവിക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങളെ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് തന്നെ ക്ഷണിക്കുന്നതായിരിക്കും. നിങ്ങൾ അതുകൊണ്ട് തന്നെ 1% പോലും നെഗറ്റീവ് ചിന്തയില്ലാതെ ദൈവത്തിൽ, ഈശ്വരനിൽ വിശ്വാസം അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാകും. പിന്നെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, അതും കൂടി നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങിയെത്തണം. നിങ്ങൾക്ക് ഈ ഒരു സ്പെൽ വർക്ക് ആണെങ്കിലും റിച്വൽസോ മന്ത്രങ്ങളോ ഒന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അത്രയ്ക്കും മാനസികമായിട്ട് തകർന്നൊരവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഈ ഒരു വാട്സപ്പ് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾ കോൾ ചെയ്യുക. ഇവിടെ ഞാൻ സഹായിക്കാം. നിങ്ങളുടെ റീഡിംഗ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് കൃത്യമായ പരിഹാരം ഇവിടെ ചെയ്തു തരുന്നതാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മാത്രം സ്നേഹിക്കുവാൻ വേണ്ടിയിട്ടുള്ള ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ് ലഭ്യമാണ്. നിങ്ങളുടെ വ്യക്തിയെ വശീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള, അതായത് അവരുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള വശീകരണ കൺമഷിയും വശീകരണ സിന്ദൂരവും വശീകരണ ചന്ദനവും ലഭ്യമാണ്. താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പേഴ്സൺ ആണ് പ്രശ്നമുണ്ടാക്കിയത്, അതാണ് നിങ്ങളുടെ ബ്രേക്കപ്പിന് കാരണമെന്നുണ്ടെങ്കിൽ തേർഡ് പേഴ്സണെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ നിന്നും എടുത്തു മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റും ലഭ്യമാണ്. ഇവിടുന്ന് തരുന്ന എല്ലാ കാര്യങ്ങളും പൂജിച്ച് തയ്യാറാക്കി നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് മന്ത്രം ജപിച്ചതിന് ശേഷമാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ 100 ഇരട്ടി ശക്തിയായിരിക്കും.
നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ടും ലഭിക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യൂ. നിങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായി റീഡിംഗ് എടുത്തതിന് ശേഷം വേണ്ടുന്ന പരിഹാരവും ചെയ്തു തരുന്നതാണ്. കുടുംബജീവിതത്തിലെ കലഹങ്ങൾ, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ബ്ലാക്ക് മാജിക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, കരിയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, ഇതിനെല്ലാം പരിഹാരം ചെയ്തു തരുന്നതാണ്. ഏലസും യന്ത്രവും ബ്രേസ്ലെറ്റ്സും എല്ലാം ലഭ്യമാണ്. താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.